ആവശ്യം ഫളുഫർ ബിദാത്തി ദീൻ എന്നുള്ളതാണ്. നിങ്ങൾ ദീനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എത്രമാത്രം സദാചാര നിബദ്ധമായ ജീവിതമാണോ അവർ നയിക്കുന്നത് അതനുസരിച്ചാണ്. ആ നിലക്കാണ് നമ്മൾ ഇസ്ലാമിക വിവാഹത്തെ മുഴുവൻ കാണുന്നത്. പക്ഷേ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് നമ്മൾ ചിന്തിക്കണമല്ലോ. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് മഹർ അല്പം കൂട്ടി വാങ്ങണമെന്ന് പുരുഷന്മാർ തീരുമാനിക്കാൻ നിന്നപ്പോൾ അവിടെ ഇരിക്കാനാണ് പറഞ്ഞത്. ഒരു ഖലീഫയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യശാലികളായ സ്ത്രീകൾ അന്ന് തയ്യാറായി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ബോധവൽക്കരിക്കാൻ പുരുഷന്മാർ മാത്രം പോരാ. സമൂഹത്തിലെ സ്ത്രീകൾ അവർ മതപരമായി ഉയരുന്നതിനനുസരിച്ച് ഇത്തരം ദുരന്തങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും. ഇന്നത്തെ ഈ വിവാഹത്തിന് ഇസ്ലാമിക വിവാഹമായിട്ട് ഒരു പുലബന്ധം പോലില്ല. നമ്മൾ ചടങ്ങുകൾ നിർവഹിക്കുന്നു എന്നതിനപ്പുറം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഇപ്പോൾ എങ്ങനെ വിവാഹം നടക്കുന്നു എന്ന് തന്നെ. ഇത് പറഞ്ഞുറപ്പിക്കുന്ന ഏർപ്പാട് വിവാഹമല്ല നമ്മൾ പറഞ്ഞുറപ്പിക്കുന്നത്, സ്ത്രീധനമാണ്. സ്ത്രീധനത്തിനാണ് നമ്മൾ മുഖ്യമായി സ്ഥാനം കൊടുക്കുന്നത്. എന്നിട്ട് തന്നെ ആ സ്ത്രീധനം സ്ത്രീ പുരുഷന് ഇത്ര സ്ത്രീധനമായിട്ട് കൊടുക്കണം, ഇത്ര പവൻ കൊടുക്കുന്നു, ഇത്ര പണം കൊടുക്കുന്നു. എന്നിട്ട് ഈ പണം കിട്ടിയിട്ട് വേണം ഈ സ്ത്രീക്കൊരു മഹർ ഉണ്ടാക്കി കൊടുക്കാൻ. ശരിക്കും മഹർ കൊടുക്കേണ്ടത് പുരുഷൻ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്നാണ്. അങ്ങനെ അധ്വാനിച്ചുണ്ടാക്കിയ ധനത്തിൽ നിന്ന് മഹർ കൊടുക്കുമ്പോഴേ യഥാർത്ഥത്തിൽ വിവാഹം സാധുവാകുന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് കാശ് കിട്ടിയിട്ടല്ല ഇവിടെയുള്ള ഭൂരിപക്ഷം വിവാഹങ്ങളിലും നമ്മൾ മഹർ കൊടുക്കുന്നത്. അങ്ങനെ മഹർ കൊടുത്ത് ഒരു വിവാഹം നടന്നാൽ ആ വിവാഹത്തിന് എത്രമാത്രം വിലയുണ്ടാകും. ഇത് പലരും ഇതിനൊക്കെ വെറുതെ ന്യായീകരിക്കും. സ്ത്രീക്ക് എത്രയും കൊടുത്തൂടെ, അതിനെന്താ കൊടുക്കുന്നതിന് എന്താ കുഴപ്പം, അതെങ്ങനെ ഹറാമാകുന്നു, ഇങ്ങനെ നമ്മൾ മുടിനാരി ഇഴ മുറിച്ചു ഒരു സാമൂഹിക ദുരന്തം വരുമ്പോൾ അതിനെ അടച്ച് അതിനെ മതിലിട്ട് അതിനെ കൂട്ടി വെക്കുന്നതിന് പ്രതിബന്ധിക്കുന്നതിന് പകരം പിന്നെയും നമ്മൾ പഴുതുകൾ അന്വേഷിച്ചതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് അന്വേഷിക്കുക തന്നെ ഏറ്റവും വലിയ ഗുരുതരമായ ഒരു തെറ്റാണ്. ഞങ്ങൾ ഒരു 5 വർഷമായി ഞങ്ങൾ പൂങ്കാവനം മാസികയിലൂടെ ഇതിനെതിരായ ശക്തമായ പ്രചാരണം നടത്തുന്നു. നമുക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ വരികയുണ്ടായി. എന്താ ഒരു സ്ത്രീക്ക് ഒരു ആപ്പാക്കി പെണ്ണിനെ നമുക്ക് കുറേ കൊടുത്തുകൂടെ? അതൊന്നും ഇവിടെ സ്ത്രീധനത്തിൻ്റെ ഇനത്തിൽപ്പെടുകയില്ല. ഒരു ബാപ്പയ്ക്ക് മകൾക്ക് കൊടുക്കാം, അത് അവരുടെ ഇഷ്ടമാണ്, ഒരു സമ്മാനം കൊടുക്കുന്ന പോലെയാണ്. ആ സമ്മാനം കൊടുത്തോട്ടെ. പക്ഷേ സ്ത്രീധനം എന്ന് പറയുന്നത് അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുകൂടി ചിന്തിക്കേണ്ട ഉത്തരവാദിത്വം സമൂഹത്തിൽ ജീവിക്കുന്ന രക്ഷിതാവിനുണ്ട്. താനിങ്ങനെ എൻ്റെ മകൾക്ക് കുന്നുകൂട്ടി സ്വർണം കൊടുക്കുന്നു കാണുമ്പോൾ മറ്റുള്ള പാവപ്പെട്ട ആളുകൾ ഇത് കാണുന്നുണ്ട്, അവരുടെ മക്കൾ ഇത് കാണുന്നുണ്ട്, അവർക്കിങ്ങനെ കൊടുക്കേണ്ടി വരികയാണ്, അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ പരസ്യമായി കാണുന്ന തരത്തിലുള്ള ഒരു സ്ത്രീധനം ആരും കൊടുക്കാൻ പാടില്ല. നേരെ മറിച്ച്